വെൽക്കം ടു ട്രൈഡു. നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ട് എടുക്കാനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ മാർച്ചിൽ വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മർബസു ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. അതിനു മുൻപൊക്കെ മാർക്കറ്റ് ട്രെൻഡിലേക്ക് തന്നെയായിരുന്നു, അതായത് ബുള്ളിഷ് മാർക്കറ്റ് തന്നെയായിരുന്നു. അപ്പൊ ഇനി വരുന്ന മാസവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു.എസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരുവ ചുമത്തലുകൾ, അതായത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ടാക്സിന്റെ വാറ് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വാറിനെ ബേസ് ചെയ്തിട്ട് ഒരുപക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ടെക്നിക്കലി നോക്കുന്ന സമയത്ത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകാനുള്ള സാധ്യത. ഒരുപക്ഷെ ന്യൂസിനെ ബേസ് ചെയ്തിട്ടൊക്കെ വീണ്ടും താഴോട്ടേക്ക് വരുന്നേക്കാം. എനിവേ നമ്മൾ ടെക്നിക്കലി ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ മന്ത്ലി ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണെന്നുള്ളതാണ്. ഇനി നമുക്ക് വീക്കിലിയിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. വീക്കിലിയിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം സഡൻ ആയിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു. അത് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയും ഒരുപക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ലൈൻ വരെയെങ്കിലും മിനിമം മാർക്കറ്റ് ഇറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനൊരു കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ വരെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ മാർക്ക് ചെയ്ത ഏരിയനെ, അപ്പൊ ഈ ഏരിയ വരെ മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോകാനാണ് സാധ്യത കാണുന്നത്. മന്ത്ലി ട്രെൻഡ് അനുസരിച്ച് അങ്ങനെയാണ് സാധ്യത കാണുന്നത്. എനിവേ നമുക്ക് അവിടം വരെ എക്സ്പെക്ട് ചെയ്യാം. ഇനി നമുക്ക് ഡേയിലോട്ട് പോയിട്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. അതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം, നമുക്കിപ്പോഴും കൃത്യമായ റെസിസ്റ്റൻസ് ഏരിയ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, മാർക്കറ്റ് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ഇല്ല. ഓരോ പുൾ ബാക്കുകളിലും കിട്ടുന്ന ഹൈനെ മാത്രമേ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെയാണ്. ഇതായിരുന്നു ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈ. അപ്പൊ നമ്മൾ അതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡയലോട്ട് പോവാം. ഡയലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ അവസാനത്തെ 2 ദിവസം നോക്കിയാൽ കാണാം, വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു വീഴ്ചയുടെ കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ക്യാൻഡിൽ നോക്കിയാൽ കാണാം, വലിയൊരു വീഴ്ച കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു റിക്കവറി നടത്തിയിട്ടുണ്ട്. അത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നടത്തുന്ന റിക്കവറി ആയിട്ട് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഡേയിൽ മാർക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയിലുള്ള റെസിസ്റ്റൻസ് തന്നെയാണ്. അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഇംബാലൻസ് ഉണ്ട്, അതായത് FEG ഉണ്ട്. ആ FEGനെ നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ഡേയില് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 4 ഹവറിൽ പോയിട്ട് മറ്റെന്തെങ്കിലും കീ ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താണ് വരുന്നത്. അതായത് താഴോട്ടേക്ക് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ തവണ ബ്രേക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഒരു റീടെസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തവണയും നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും നോക്കിയാൽ കാണാം, ഇവിടെ മാർക്കറ്റ് കുറച്ചു നേരം റസ്റ്റ് ചെയ്തൊരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ഹവറിലേക്ക് എത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്ക് വന്ന ഒരു ഏരിയയിലേക്ക് ആയിരിക്കണം കൂടുതൽ എത്താനുള്ള സാധ്യത. അതിന് മുകളിലേക്കും കുറച്ച് സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതെന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടേക്കെല്ലാം മാർക്ക് ചെയ്തതാണ്, ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആയിട്ടൊക്കെ മാർക്ക് ചെയ്താണ്. വീണ്ടും താഴോട്ടേക്ക് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വൺ ഡേയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഈ ഒരു ലെവല്, ഈ ഒരു സോൺ. ആ സോണിന്റെ ഉള്ളിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയയും കൂടിയാണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലും കൂടിയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നിന്നൊരു മൂവ്മെന്റ്, നല്ലൊരു മൂവ്മെന്റ് തന്നതാണ്. അപ്പൊ ഇതും രണ്ടും നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അപ്പൊ ഇത്രയാണ് 4 ഹവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ 1 ഹവറിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് 1 ഹവറിൽ കാണിക്കുന്നത്. മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് 1 ഹവറിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകും, അല്ലെങ്കിൽ മാർക്കറ്റ് എവിടം വരെ പോകും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ 1 ഹവറിൽ മാർക്ക് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സപ്ലൈ നടന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ വരാനുള്ള സാധ്യത ഒരിക്കൽ കൂടി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഇതിൽ നിന്ന് 2 വിധത്തിൽ പോവാം. ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ നടന്ന ഏരിയയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വന്ന് ഈ ഒരു ലൈനെ അല്ലെങ്കിൽ ഈ ഒരു FEG വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഒന്നാമത്തെ ഒരു കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിൽക്കുന്നതിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ പോകാതെയോ ഒരിക്കൽ കൂടി ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്, ഇവിടം വരെ വരാനുള്ള സാധ്യത ഉണ്ട്. അത് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ മുകളിലോട്ട് പോവാനുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന FEGയിലേക്ക് വരികയാണ്. FEGയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടി വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഏരിയയുടെ മുകളിൽ, അതായത് ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു ലോയുടെ മുകളിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് കുറച്ച് നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഏറെക്കുറെ മിനിമം ഇവിടം വരെ എത്തേണ്ടതാണ്. അല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് 3200, 3250 ലെവലൊക്കെ ആയിരിക്കും അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് മിക്കവാറും മാർക്കറ്റ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട എൻട്രി പോയിന്റുകൾ പറയുന്നത്. ഇതുവരെ പറഞ്ഞ എൻട്രി പോയിന്റുകൾ എന്ന് പറഞ്ഞത് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഇനി താഴോട്ടേക്ക് വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ഏരിയ ആണ് ഈ പറഞ്ഞ ഏരിയ. ഈ ഏരിയയിൽ നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എവിടം വരെ പോകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നല്ല പാറ്റേൺസോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ പാറ്റേണിലേക്കുള്ള റീടെസ്റ്റിലേക്കായിരിക്കും ആദ്യം വരുന്നുണ്ടാവുക. പിന്നെ ആ റീടെസ്റ്റിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള റീടെസ്റ്റിലേക്കായിരിക്കും വീണ്ടും വരിക. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയാണ് കൺഫർമേഷൻ കിട്ടുന്നതെന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടേക്കാണോ എന്നുള്ള പോകുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം, അല്ലെങ്കിൽ പ്രത്യേകം കരുതണം. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആൾക്കാർ എല്ലാവരും നോക്കിയും കണ്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഈ പറയുന്ന ഏരിയാസിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. മാത്രമല്ല ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അതുപോലെ ഈ അനാലിസിസിനെയും ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കരുത്. നിങ്ങൾ ഏരിയാസിൽ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് കൺഫർമേഷൻ തരുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് ബേസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.